നമസ്കാരം. കായയും ചേനയും മുമ്മാസം, ചക്കയും മാങ്ങയും മുമ്മാസം, താളും തകരയും മുമ്മാസം, അങ്ങനെ ഇങ്ങനെയും മുമ്മാസം. ഈ ഒരു പദം മുത്തശ്ശിക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ? രുചികളുടെ വൈവിധ്യമാർന്ന കൂട്ടുകളുടെ പുറകെ പോകുന്ന നമ്മുടെ ഇന്നത്തെ തലമുറയിൽ ഈ ഒരു ചൊല്ലിന് അത്ര തന്നെ പ്രസക്തിയില്ല എന്നറിയാം. എങ്കിലും നമുക്ക് ഈ ഒരു മഴക്കാലത്ത് വളരെ രോഗാതുരമായിട്ടുള്ള ഒരു കാലമാണിത്. പലവിധ അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ള കാലമാണ്. എന്നാൽ ഇതിനെ നമുക്ക് ഊർജ്ജസ്വലതയും ബലവും അതുപോലെ രോഗപ്രതിരോധ ശേഷിയും നമുക്ക് തരുന്ന രീതിയിൽ ഈ ഒരു കാലത്തിന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കർക്കിടക മാസത്തിന് അതിന് നമ്മുടെ മുറ്റത്തൊക്കെ തന്നെ ഒരു മഴ പെയ്ത് തോർന്നാൽ തല പൊക്കി വരുന്ന പലവിധ ഔഷധ ചെടികളുണ്ട്. പല നിറത്തിലും പല ഭാവത്തിലും നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ പലപ്പോഴും ഇതൊക്കെ സുലഭമായി കിട്ടുന്ന ആളുകളാണെങ്കിൽ ഇത് കാലമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണേ. കാരണം നമുക്ക് പലവിധ രുചി വൈവിധ്യങ്ങളുടെ പുറകെ പോയി പലവിധ ഭക്ഷണ രീതികൾ ശീലിച്ച് എപ്പോഴും തന്നെ വയറ് ശരിയല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിലൊക്കെ നീരുകെട്ട് വരുന്നു, അല്ലെങ്കിൽ ദേഹത്ത് ജോയിന്റുകളിലും നമ്മുടെ സന്ധികളിലുണ്ടാവുന്ന വേദന കാരണം, മലബന്ധം പ്രശ്നങ്ങൾ കാരണമൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നു, കീഴ്വായു ശല്യം അധികമായിട്ടുണ്ട്, കുടലിൻ്റെ ആരോഗ്യം ശരിയല്ല എന്നുള്ളൊരു തോന്നൽ വന്നാൽ നമുക്ക് ഈ ഒരു കർക്കിടകത്തിനെ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. അതിൽ എണ്ണ തേച്ച് കുളിയും കർക്കിടക കഞ്ഞിയും മാത്രമല്ല, ഈ 10 ഇലകൾക്കും വളരെ വലിയ സ്ഥാനമുണ്ട്. ആരും ഗൗനിക്കാതെ കിടന്നിരുന്ന പലവിധ ഔഷധ സസ്യങ്ങൾക്കും ഓൺമേശയിലേക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടുന്ന ഒരു കാലം കൂടിയാണ് നമ്മുടെ കർക്കിടകം. അപ്പോൾ ഈ 10 ഇലകൾ ഏതാണ് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കിയാലോ. നെയ്യുണ്ണി, താള്, തകര, തഴുതാമ, കുമ്പളം, മഞ്ഞവെള്ളരി, ആനക്കൊടിത്തൂവ, ചീര, ചേന ചേർന്നാൽ 10 ഇലയെന്ന് വാമൊഴി. പയറില, മുക്കുറ്റി, കീഴാർനെല്ലി എന്നിവയും ചില സ്ഥലങ്ങളിൽ ചേർക്കാറുണ്ട്. വീഡിയോ പോസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ വീണ്ടും വിശദമായിട്ട് പറഞ്ഞു തരാം. ഇത്തരം 10 ഇലകൾ മാത്രം തന്നെ വേണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് 10 ഇലയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് കുറച്ചേ കിട്ടിയുള്ളൂ എന്നെങ്കിൽ അത്രയും മതി. 10 ഇല തന്നെ വേണമെന്ന് നിർബന്ധവും ഇല്ല. ഇതിൽ പലവിധ ഇലകൾക്കും പല രീതിയിലുള്ള ഗുണങ്ങളാണ്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് ദഹനശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഔഷധ സസ്യങ്ങളാണ് ഇതെല്ലാം എന്നുള്ളതാണ്. അതിൽ 10 ഇലയിൽ ആദ്യം വരുന്നത് തഴുതാമയാണ്. തഴുതാമയെക്കുറിച്ച് നമുക്കറിയാം, ശരീരത്തിൽ നീർക്കെട്ടിനെ അകറ്റാൻ ഏറെ വിശേഷപ്പെട്ട ഒരു ഔഷധം തന്നെയാണ് എന്നുള്ളത്. ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം തന്നെ പ്രയോജനപ്പെടുത്താൻ പറ്റും. കരൾ രോഗത്തിന് ഏറെ ഉത്തമമാണ് എന്നതിനു പുറമെ ധാരാളം പൊട്ടാസ്യം നൈട്രേറ്റ് അടങ്ങിയ ഇത് മൂത്രവിസർജനം ശക്തിപ്പെടുത്തുന്നുണ്ട്. പിത്തം, ചുമ, നീര്, പനി എന്നീ അസുഖങ്ങൾക്ക് പരിഹാര മാർഗവും കൂടെയാണ്. ഇൻസുലിൻ ഉത്പാദനത്തെ സഹായിക്കുന്നതുകൊണ്ട് പ്രമേഹത്തിന് ഉത്തമ ഔഷധമാണ്. വാതസംബന്ധ രോഗങ്ങളിൽ ഏറെ സഹായിയാണ് തഴുതാമ. രണ്ടാമത്തേത് താളാണ്. ചേമ്പിൻ താള് കേട്ടിട്ടുണ്ടാവും. കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, പൊട്ടാസ്യം എന്നിവയാൽ വളരെ സമ്പന്നമായിട്ടുള്ള ഒന്നാണ്. ഇത് തൊലി നീക്കിയ ഇളം തണ്ടുകളും വിടരാത്ത ഇലയുമാണ് ഏറെ നല്ലത്. നുറുക്കി രാത്രി വെള്ളത്തിലിട്ടോ മഞ്ഞൾപ്പൊടി കഴുകിയെടുത്തോ ഒക്കെ ഇതിന് ചൊറിച്ചിലുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ ഇല തന്നെ നമുക്ക് കറിയിൽ ചേർത്തെടുക്കാം. ഭൂഖണ്ഡത്തിൽ അന്നജമേറെയായി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് ദഹിക്കും. നാരുകളാൽ സമ്പുഷ്ടമാണ്. ഇത് രക്തശുദ്ധി വരുത്തുന്നതിനും രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനും ഉത്തമമാണ്. മാംസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൊളസ്ട്രോളിന് നല്ലൊരു പ്രതിവിധിയാണ്. സന്ധിവേദന, എല്ല് തേയ്മാനം തുടങ്ങിയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്ക് വളരെ സഹായിയായിട്ടുള്ള ഒന്നാണ്. മൂന്നാമത്തേത് തകര. ഇതിൽ ദഹനശേഷി കൂട്ടാനും ത്വക്ക് രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെല്ലാം മാറ്റാൻ സഹായിക്കുന്നുണ്ട്. തകരയുടെ മൂക്കാത്ത ഇലകളാണ് ഏറെ രുചികരമായിട്ടുള്ളത്. അലർജി മാറ്റാനൊക്കെ സഹായിക്കുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ്. ഇതെല്ലാം തന്നെ ഈ പറഞ്ഞിട്ടുള്ള 10 ഇലകളും ഓരോ പിടി വീതമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നാലാമത്തേത് ആനക്കൊടിത്തൂവ, ചൊറിയണം എന്ന പേരിൽ അറിയപ്പെടുന്ന ഔഷധ സസ്യമാണ്. ഇരുമ്പ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, വൈറ്റമിനുകളെല്ലാം അടങ്ങിയിട്ടുണ്ട്. മൂക്കാത്ത ഇലകൾ പറിച്ച് ഗ്ലൗസ് ഇട്ട കൈകൾ കൊണ്ട് പറിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ രോമങ്ങൾ കളഞ്ഞ ശേഷം ഉപയോഗിക്കാവുന്നതാണ്. രക്തശുദ്ധിക്കും നീർക്കെട്ടിനും ഒന്നാന്തരം മരുന്നാണ്. ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഏറെ ഉത്തമം. ചീരയുടെ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഇത് ഒന്നാന്തരം ഭക്ഷ്യവസ്തുവാണ് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. പലരും ഇതിൻ്റെ ചൊറിയുന്ന ഒരു ഗുണം കൊണ്ട് അതിനെ അടുപ്പിക്കാറില്ല. ഇതിനെ ഈ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ ഗ്ലൗസ് ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ ഇത് അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലൊക്കെ മുക്കി വെച്ച് കഴിഞ്ഞാലും മഞ്ഞൾപ്പൊടിയിൽ മുക്കി വെച്ചുമൊക്കെ തന്നെ ഉപയോഗിക്കാറുമുണ്ട് കേട്ടോ. അഞ്ചാമത്തേത് കുമ്പളത്തിൻ്റെ ഇലയാണ്. കുമ്പള
മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ തളിരില വളരെ സ്വാദിഷ്ടവുമാണ്, അതിലേറെ ഔഷധ ഗുണങ്ങൾ ഉള്ളതുമാണ്. ഭക്ഷ്യനാരുകൾ, ധാതു ലവണങ്ങൾ എന്നിവ ധാരാളമുള്ള കുമ്പളത്തിലെ ദഹനവ്യൂഹം ശുദ്ധമാക്കാനും മൂപ്പെത്താത്തതുമായ ഇലകൾ പറിച്ച് കൈപ്പത്തിക്കിടയിൽ വെച്ചിട്ട് ഒന്ന് തിരുമ്മി ഇലയിലെ രോമം കുടഞ്ഞു കളഞ്ഞ ശേഷം ഉപയോഗിക്കാം. സോഡിയം, റൈബോഫ്ലാവിൻ, അതുപോലെ മാഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ ഉള്ളതുകൊണ്ട് BP കുറയ്ക്കുന്നത് വഴി ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും വളരെ സഹായിക്കുന്ന ഒരു ഇലയാണ്. അതിന് പുറമെ നിങ്ങൾക്ക് തടി കൂടുതലാണ് എന്നുള്ളവർ, തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു ഇല കൂടെയാണ് കുമ്പളത്തിൻ്റെ ഇല എന്നുള്ളത്. തളിരില ഉപയോഗിക്കുന്നതാണ് ഏറെ രുചികരമായിട്ടുള്ളതും ഔഷധ മൂല്യമുള്ളതും. ആറാമത്തേത് മത്തനിലയാണ്. കാൽസ്യം, ഫോസ്ഫറസ്, ധാതുക്കൾ, വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ദഹനശക്തി എളുപ്പമാക്കാൻ സഹായിക്കുന്നുണ്ട്. വാതപിത്ത കഫദോഷങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും മലബന്ധം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ സഹായിക്കുന്നു എന്ന രീതിയിൽ കുടലിനെ ശുദ്ധി ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ്. ഏഴാമത്തത് ചീരയാണ്. ഇതിൽ മുള്ളൻചീര ഉപയോഗിക്കാം, അതുപോലെ തന്നെ മറ്റുള്ള ചുമന്ന ചീരയോ പച്ചച്ചീരയോ വേലിച്ചീരയോ അങ്ങനെയുള്ള പല രീതിയിലുള്ള ചീരകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ചീരയിൽ എപ്പോഴും തന്നെ ധാരാളമായിട്ട് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ കാഴ്ചശക്തിക്കുമെല്ലാം വളരെ നല്ലതാണ്. കാൽസ്യം, വൈറ്റമിൻ ഒക്കെ ധാരാളമുണ്ട്. നേത്രരോഗങ്ങളൊക്കെ തടുക്കാനും വാതകഫദോഷങ്ങളും ഒക്കെ ഇല്ലാതാക്കാനും ക്ഷീണം ഇല്ലാതാക്കാനും വിളർച്ച പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ വളരെ സഹായകരമായിട്ടുള്ളതാണ്. ചുവന്ന ചീരയും മുള്ളൻചീര മാത്രമല്ല, ജപ്പാൻ ചീര, വേലിച്ചീര തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം ചീരകളും വേറെയുണ്ട്. എട്ടാമത്തേത് പയറിലയാണ് കേട്ടോ. മലബന്ധം മാറ്റാനും ചർമ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ടോക്സിൻസിനെയൊക്കെ നീക്കം ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ശരീരശുദ്ധിക്ക് ഉത്തമമാണ് എന്ന് വേണം പറയാൻ. കരൾ വീക്കം, ദഹനക്കുറവ്, നേത്ര ആരോഗ്യം ഇതിനൊക്കെ സഹായിക്കുന്നതാണ്. ശരീര താപനില നിയന്ത്രിക്കാനും സഹായകരമായിട്ടുള്ളതാണ്. ഒൻപതാമത്തേത് ചേനയിലയാണ്. വൈറ്റമിൻസും മിനറൽസും ഫൈബറും ഒക്കെ ഉള്ളതുകൊണ്ട് ദഹനം ശക്തിപ്പെടുത്തുന്നു. ത്വക്ക് രോഗങ്ങളൊക്കെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ ഗുണങ്ങളാണ്. പത്താമത്തേത് വെള്ളരിയിലയാണ്. ഇതിൽ വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നേത്ര സംബന്ധമായിട്ടുണ്ടാവുന്ന രോഗങ്ങളൊന്നും വരാതിരിക്കാനും കൂടെ സഹായിക്കുന്നുണ്ട്. ഇനി ഇത്തരം 10 ഇലകൾ ഓരോ പ്രാദേശികമായിട്ട് ഈ ഇലകളിൽ ഓരോന്ന് കൂടിയും കുറഞ്ഞും ഒക്കെ പലവിധ മാറ്റങ്ങൾ വരാറുണ്ട്. അതുപോലത്തെ മണിത്തക്കാളിയുടെ ഇലയും തന്നെ ഉപയോഗിക്കാറുണ്ട്. ശരീരത്തിലെ വാതപിത്ത കഫദോഷങ്ങൾ ചെറുക്കുന്ന ഒന്നാണ് മണിത്തക്കാളി ഇല. മുളകുതാളി, കരിന്തക്കാളി, പല നാമധേയങ്ങളുണ്ട് മണിത്തക്കാളി ഇലയ്ക്ക്. ഹൃദയ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. അയൺ, റൈബോഫ്ലാവിൻ, കാൽസ്യം ഒക്കെ ഉള്ളതിനാൽ വാതരോഗങ്ങൾ, ചർമ്മരോഗമൊന്നും വരാതിരിക്കാനും മഞ്ഞപ്പിത്തത്തിനുള്ളൊരു പ്രതിവിധിയായിട്ടും ഒക്കെ മണിത്തക്കാളി ഇലയെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. തേങ്ങ, കാന്താരിമുളക്, വെളുത്തുള്ളി, ജീരകം എന്നിവ ചതച്ചെടുത്ത് അല്പം വെളിച്ചെണ്ണയിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, അതുപോലെ ഉഴുന്നുപരിപ്പ് എന്നിവ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുനുകുന അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ 10 ഇലകൾ ഓരോ പിടി വീതം എടുത്തത് നന്നായി കഴുകി അരിഞ്ഞു വെക്കുക. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് അല്പം ഉപ്പിന് വേണ്ടിയിട്ട് ഇന്ദുപ്പ് ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അതുകൂടെ ചേർത്തിട്ട് ഇളക്കി വെച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിതിനെ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇതിലേക്ക് ഈ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്തിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തോരൻ തയ്യാറാക്കി എടുക്കാം. പണ്ടെല്ലാം ഇതിനെ പന്നമാസം, ദാരിദ്ര്യമാസം എന്നൊക്കെ പറയാറുണ്ട്. അത് ഇങ്ങനെ നിർത്താതെ പെയ്യുന്ന മഴക്കെടുതികൾ കൊണ്ടും ഒക്കെ തന്നെയാണ് ജോലിക്ക് പോകാൻ സാധിക്കാതെയും നമുക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കാൻ പറ്റാതെയും ഒക്കെ വരുന്ന സമയത്ത്. പക്ഷേ ഇന്ന് നമുക്ക് ഇതുപോലുള്ള ഔഷധ സസ്യങ്ങളൊക്കെ അത് പ്രയോജനപ്പെടുത്തി ആ മാസത്തിനെ വളരെ അധികം ആരോഗ്യപൂർണമായിട്ടുള്ളൊരു മാസമാക്കി മാറ്റിയെടുക്കാൻ ഇതിൽ കഞ്ഞിക്കൂട്ടുകളിലൊക്കെ ഉൾപ്പെടുത്താനും കൂടെ പറ്റുന്ന വളരെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഈ പത്തിലത്തോരൻ തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് കിട്ടാത്ത ആളുകളാണെങ്കിൽ നമുക്ക് മറ്റുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. അതിന് പകരം നിങ്ങൾക്ക് പലവിധ പൾസസ് ആയിട്ട് അല്ലെങ്കിൽ ചെറുപയർ, മുതിര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പുഴുങ്ങി വേവിച്ചെടുത്തിട്ട് ആ രീതിയിൽ ഉപയോഗിക്കാം. കഴിയുന്നതും ഉപ്പിന് പകരം ഇന്ദുപ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അമിതമായിട്ടുള്ള എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക. ഇതുപോലെയുള്ള ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതി പിന്തുടർന്നു കഴിഞ്ഞാൽ വരും വർഷത്തേക്കുള്ള ആരോഗ്യം കൂടെ ആർജിച്ചെടുക്കാൻ വേണ്ടി ഈ ഭക്ഷണ രീതി സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിന് കൂടെയുള്ള എണ്ണ തേച്ച് കുളിയും അതുപോലെയുള്ള ഔഷധക്കഞ്ഞിക്കൂട്ടും ഒന്നും മറക്കണ്ട. വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഔഷധക്കഞ്ഞിയൊക്കെ തന്നെ ആ രീതിയിൽ തയ്യാറാക്കി ഉപയോഗിക്കുന്നതും ഈ കാലത്ത് നിങ്ങൾക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗം കൂടെയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പലർക്കും പരിചയമുള്ള കാര്യങ്ങളാണെങ്കിലും ഈ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും അതുപോലെ തന്നെ
മുടിയുടെ ആരോഗ്യം ക്ഷയിച്ചു പോയിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇലക്കറികൾ നല്ലതാണെന്ന്. അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണം, ഏത് ഉപയോഗിക്കണം, അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ തന്നെ സംശയമുള്ളത് കൊണ്ട് ഉപയോഗിക്കാതിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉപകാരപ്പെടും ഈ വീഡിയോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.